ഹായ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ റോസ്റ്റാണ്. അതിനാവശ്യമായിട്ടുള്ളത് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ റെഡിയാക്കി വെക്കണം. ആദ്യം ഉള്ളി കട്ട് ചെയ്യാം, പിന്നെ നമുക്ക് തക്കാളി കട്ട് ചെയ്യാം. ഇതൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് വെക്കാം. കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് എല്ലാം കനം കുറച്ച് കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കുക. ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവുക. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഒക്കെ ചേർക്കുക. കശ്മീരി ചില്ലിയും ചേർക്കുക കളറിന്. അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. ഓയിലും ഇടണം. പിന്നെ ചിക്കൻ മസാല അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. പാനിൽ കുറച്ച് ഓയിൽ, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ടേസ്റ്റ് വരാൻ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇടും. വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെ പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇടും. ഇഞ്ചിയൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റുക. അത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റുക. കണ്ടില്ലേ, പച്ചമണമൊക്കെ മാറി നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒനിയൻ ആഡ് ചെയ്യും. ഒനിയൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഉള്ളി. ഒന്നും കൂടെ ബ്രൗൺ ആക്കിയാൽ നന്നായിരിക്കും, നല്ല ടേസ്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായി വഴന്നു വന്നിട്ടുണ്ട് തക്കാളിയും ഉള്ളിയും. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി. ഇനി മുളക് പൊടി ഇടുക, എല്ലാ മസാലപ്പൊടികളും ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ മസാലയൊക്കെ. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇടുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. കുറച്ച് വെള്ളം ചേർത്താൽ മതി, അധികം വെള്ളം ചേർക്കരുത്. കുറച്ച് കറിവേപ്പില ഇടുക.
എന്നിട്ട് ഒരു അരമണിക്കൂർ അത് അടച്ചു വെച്ചിട്ട് വേവിക്കുക. നാടൻ ചിക്കൻ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. സെർവ് ചെയ്യാം.